ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി. സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിച്ച് വന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കൃത്യമായി അച്ഛനും അമ്മയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് അച്ഛനോടും അമ്മയോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്. അപ്പോൾ ഒരാഴ്ചത്തെ അവധിയും എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. വണ്ടി കയറിയതും റിച്ചറിയതും അവൻ്റെ കത്തിവയ്പ്പ് തുടങ്ങി കേട്ടോ. സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെയും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെന്ന്. അപ്പോൾ പിന്നെ അവരെ സന്തോഷം പറയേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല കേട്ടോ, വീട്ടിൽ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടാവും. അല്പ ദൂരം പോയപ്പോഴേക്കും അവരത് പുറത്തെടുത്തു. ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തേലുമൊക്കെ കഴിച്ചിട്ട് മതി ഇനി യാത്ര. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി വിട്ടു. അവിടെ ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസും ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. സ്കൂൾ വിട്ട് വന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. വയറ് നിറയെ ഫുഡും കഴിച്ച് അവിടെ കുറച്ച് നേരം ഓടിച്ചാടി നടന്നിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോഴേക്കും കാത്തിരുന്നിട്ട് കാണാതെ ക്ഷമ കിട്ടിയിട്ട് അച്ഛനും അച്ഛമ്മയും വീട്ടിൽ നിന്ന് വിളിച്ചു കേട്ടോ, നിങ്ങൾ എന്താ എത്താത്തതെന്നും ചോദിച്ചിട്ട്. ഞങ്ങളിതാ ഇപ്പം എത്തുമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേഗത്തിലിറങ്ങി. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ വീട്ടിൽ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിലേറെ സന്തോഷമാണെന്ന്. അത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് യാത്രയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.